പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG MK വിനോദ് കുമാറിന്റെ അനധികൃത ഇടപെടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വിനോദ് കുമാറിന്റെ രാത്രികാലങ്ങളിൽ ജയിൽ സന്ദർശനം ദുരൂഹതയെന്ന് റിപ്പോർട്ട് ജയിൽ വകുപ്പ് പൂഴ്ത്തിയിരിക്കുന്നു. മറ്റ് DIGമാർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടും ജയിൽ മേധാവി നടപടിയെടുത്തേയില്ല. റിപ്പോർട്ടിലെ വിവരങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നു. അതേസമയം വിനോദ് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം പരിശോധിക്കുകയാണ് വിജിലൻസ്. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG MK വിനോദ് കുമാറിനെതിരെ മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ പരിശോധന നടന്നുവരുന്നതിനിടയിലാണ് DIGയുടെ ദുരൂഹ ഇടപാടുകൾ ജയിൽ വകുപ്പ് അറിഞ്ഞിട്ടും പൂഴ്ത്തിവെച്ചതായി വിജിലൻസ് കണ്ടെത്തിയത്. രാത്രികാലങ്ങളിലെ DIGയുടെ പല ജയിലുകളിലെയും സന്ദർശനം ദുരൂഹത ഉണ്ടാക്കി എന്നതാണ് കണ്ടെത്തൽ. മിനിറ്റുകൾ മാത്രം നീളുന്ന പല സന്ദർശനങ്ങളും അധികാര പരിധി വിട്ട് നടത്തിയതാണെന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. മധ്യമേഖല DIG ഉൾപ്പെടെ മറ്റ് DIGമാർ ജയിൽ വകുപ്പ് മേധാവിയോട് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും നടപടിയുണ്ടായില്ല. 2022 3-ൽ പരം കത്തുകളാണ് ഇത് സംബന്ധിച്ച് ജയിൽ മേധാവിക്ക് നൽകിയിട്ടുള്ളത്. കത്തിൽ കൈക്കൂലിയും സാമ്പത്തിക ക്രമക്കേടും ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പരാതി കത്തുകളും എന്നാൽ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അതിനിടയിലാണ് വിജിലൻസിന്റെ അന്വേഷണം വരുന്നത്. 2023 മുതൽ സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളും അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള പണമിടപാടുകളും കൃത്യമായി വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ ഇടപാട് നടന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇവ അക്കൗണ്ടിലേക്ക് എങ്ങനെ എത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. TP കേസ് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് ഉൾപ്പെടെ പരോൾ വാങ്ങി നൽകാമെന്ന പേരിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ജയിലിനുള്ളിലെ സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പണം വാങ്ങി. അതിനാൽ പ്രതികളുമായോ പ്രതികളുടെ ബന്ധുക്കളുമായോ സംസാരിച്ചിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. ഫോൺ വിളിയുടെ പൂർണ്ണ വിവരങ്ങൾ ആവശ്യപ്പെട്ട് വിജിലൻസ് ടെലികോം കമ്പനികൾക്ക് കത്ത് നൽകി. ഗുരുതരമായ കണ്ടെത്തലുകൾ വിജിലൻസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. വിനോദ് കുമാറിനെതിരെ ഉടൻ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് വിവരം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.